വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഒരു മത്സരാർത്ഥി വീട്ടിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ആരാണ് പുറത്തായതെന്ന് കൃത്യമായിട്ട് തന്നെ ലൈവിൽ നടക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ലൈവ് കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്നതായിരിക്കും. ഓരോ മത്സരാർത്ഥിയുടെയും വോട്ടിങ്ങിലെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് ദിവസത്തെ എത്ര മണി വരെയുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ പുറത്താക്കിയതെന്ന് അറിയത്തില്ല. എന്തായാലും മത്സരാർത്ഥികൾക്ക് വ്യാഴാഴ്ച വൈകുന്നേരം 6 മണി വരെ ലഭിച്ച വോട്ടിന്റെ റിസൾട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പുറത്തുവിടുന്നത്. വോട്ടിംഗ് അവസാനം ചെയ്യുമ്പോൾ ആര് കപ്പ് ഉയർത്തും എന്ന് തീരുമാനിക്കുന്ന ഫൈനൽ വോട്ട് റിസൾട്ട് ഈ ഒരു ചാനൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. 6 മണി വരെയുള്ള റിസൾട്ട് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അനീഷാണ്. അനീഷും അനുമോളും തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരിൽ ഒരാളെ കപ്പടിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അനീഷിന് 4,92,221 വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. രണ്ടാം സ്ഥാനത്താണ് അനുമോൾ ഉള്ളത്. അനുമോളും അനീഷുമായിട്ട് വലിയ വോട്ടിൻ്റെ വ്യത്യാസമൊന്നുമില്ല. 4,90,543 വോട്ടുകൾ അനുമോൾ നേടി. മൂന്നാം സ്ഥാനത്താണ് ഷാനവാസ്. ആദ്യ 2 സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരുടെ നേരെ പകുതിയിൽ താഴെ വോട്ടുകൾ മാത്രമാണ് ഷാനവാസിനുള്ളൂ. 2,05,560 വോട്ടുകൾ ഷാനവാസ് നേടി. 4ാം സ്ഥാനത്താണ് നൂറ. 1,34,892 വോട്ടുകൾ നൂറ നേടി. 5ാം സ്ഥാനത്താണ് അക്ബർ ഖാൻ. 1,34,391 വോട്ടുകളോടെ നൂറയുടെ തൊട്ട് പിന്നാലെ തന്നെ നിൽക്കുകയാണ് അക്ബർ. 6ാം സ്ഥാനത്താണ് നെവിൻ. 1,34,234 വോട്ടുകളോടെ 6ാം സ്ഥാനത്ത് നിൽക്കുകയാണ് നെവിൻ. ഏറ്റവും അവസാന സ്ഥാനത്താണ് ആദില. 1,30,429 വോട്ടുകൾ മാത്രം നേടിക്കൊണ്ട് ഏറ്റവും പിറകിൽ നിൽക്കുകയാണ് ആദില. ഇന്ന് വളരെ വ്യത്യസ്തമായൊരു മിഡ് വീക്ക് എവിക്ഷനിലൂടെയാണ് ഓരോ മത്സരാർത്ഥി പുറത്താകുന്നത്. ഗാർഡൻ ഏരിയയിലാണ് ഈ ഒരു എവിക്ഷൻ നടക്കുന്നത്. അവിടെ ബാക്കിയുള്ള 7 മത്സരാർത്ഥികൾക്കും 7 പെഡസ്റ്റലുകളിലായിട്ട് കളർ ബോംബുകൾ വെച്ചിട്ടുണ്ട്. ഈ ബോംബുകളിലെ ഒരു വയർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നും ഒരു കളർ വരും. 6 ബോംബുകളിൽ നിന്നും പച്ച കളറും 1 ബോംബിൽ നിന്ന് മാത്രം ചുമല കളറുമായിരിക്കും വരുന്നത്. അപ്പോൾ ചുമല കളർ വരുന്നത് ആരുടെ ബോംബിൽ നിന്നാണോ അവരാണ് വീട്ടിൽ നിന്നും പുറത്താകുന്നത്. ആരാണ് പുറത്താകുന്നതെന്ന് ലൈവായിട്ട് ഈ ഒരു എവിക്ഷൻ നടക്കുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അത് കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രാൻഡ് ഫിനാലിലെ ഫൈനൽ വോട്ട് റിസൾട്ടും ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരാം.